യുഎസ് നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടാൽ പ്രത്യാഘാതം തിരുത്താനാകാത്തതാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി. അടിച്ചേൽപ്പിക്കുന്ന യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ ജനതയെ കിട്ടില്ല. ഞങ്ങളുടെ ജനങ്ങൾ കീഴടങ്ങുമെന്ന് യുഎസ് കരുതരുതെന്നും ഖാംനെയി വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ഇന്നും ആക്രമിക്കുകയാണെന്നും ഇരുകൂട്ടരുമായി ചർച്ച തുടരുകയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈലുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഫ്താബ് റഹ്മാൻ ചേരുന്നു. അഫ്താബ്, ആക്രമണം തുടരുകയാണ്. അതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും മറ്റും, അമേരിക്കയുടെ ഇടപെടൽ, എങ്ങോട്ടാണ് യുദ്ധം പോകുന്നത്? ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖാംനെയുടെ പുതിയ പ്രസ്താവനയാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന സമാധാനവും യുദ്ധവും ഒരുപോലെ ഇറാൻ ജനതയ്ക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു സൈക്കോളജിക്കൽ വാർ എന്ന് പറയാവുന്ന തരത്തിലാണ് യുഎസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കാര്യമായും ഇത് പ്രത്യേകിച്ച് തന്നെയും സമ്മർദ്ദത്തിലൂടെ ഇറാനെ വരുതിയിലാക്കുക എന്നുള്ള സ്വഭാവത്തിലാണ് പല പ്രസ്താവനകളും വന്നത്. അതിനുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വിവരം എന്ന് പറയുന്നത്, ഇത് യുഎസ് മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരാഴ്ച മുതൽ 10 ദിവസത്തിനകം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന, അതായത് അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന പ്രതിരോധ മിസൈലുകൾ തീരും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് യുഎസിനും കൃത്യമായി ധാരണയുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങളും ഒപ്പം തന്നെ യുഎസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സംഭവ വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മാത്രമല്ല, ഇറാനും സമാനമായ സ്ഥിതി വിശേഷം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ ആക്രമണം രണ്ടു കൂട്ടർക്കും വലിയ തോതിൽ വലിയ കാഷ്വാലിറ്റിയിലേക്കും ഒപ്പം തന്നെ നാശനഷ്ടങ്ങളിലേക്കും നീങ്ങുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നീണ്ടുപോകാൻ സ്വാഭാവികമായിട്ടും യുഎസോ ഇസ്രയേലോ ഒരിക്കലും താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരുടെ ലക്ഷ്യം എന്താണോ, അതായത് യുഎസ് പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിച്ചു കളയുക എന്നുള്ളത്, അതിലേക്ക് നീങ്ങുവാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇത് പറയുന്ന സൂചന. ഇന്ന് രാത്രി 10 മണിക്ക് ഇസ്രയേലിൽ അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഒരു അറിയിപ്പ് കാത്തിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് അവർ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏത് തരത്തിൽ നീങ്ങുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് റഷ്യയും ജർമ്മനിയും എല്ലാം തന്നെ ഇതിലൊരു സമാധാന ഫോർമുലയിലേക്ക് ഇനിയും വൈകിട്ടില്ല. വളരെ വേഗത്തിൽ ഇറാനും ഇസ്രായേലും ഒരുപോലെ എത്തണമെന്നും അതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും റഷ്യയും അറിയിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഒരു ചിത്രം. അതായത് യുദ്ധത്തിനുള്ള സാധ്യതകൾ ഒരു വശത്ത് ഉരുണ്ടുകൂടുകയും മറുവശത്ത് സമാധാന ശ്രമങ്ങൾ ഒരുപോലെ തുടരുകയും ചെയ്യുന്നുണ്ട്.